ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു ഹത്താ യദഉഹു വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി. മുസല്ലം പറഞ്ഞു, ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ നേർക്ക് ആയുധം ചൂണ്ടിയാൽ മലക്കുകൾ അവനതിൽ നിന്ന് വിരമിക്കുന്നത് വരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. തൻ്റെ സ്വന്തം മാതാപിതാക്കളിലൂടെയുള്ള സഹോദരനോടാണ് അയാൾ അങ്ങനെ ഭീഷണിപ്പെടുത്തിയതെങ്കിൽ പോലും. ഇസ്ലാമിൽ ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തുക എന്നതുപോലും വളരെ ഗൗരവതരമായ കുറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഒരാളെ കൊല ചെയ്യുന്നത് എത്രമാത്രം ഗൗരവമായ കുറ്റമായിരിക്കും. അന്യായമായി ഒരു മനുഷ്യജീവനെ ഹനിക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തെ മുഴുവൻ വധിച്ചതിന് തുല്യമാണെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ സമൂഹത്തിലെ കൊലപാതകം പടർന്നു പിടിക്കുകയാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ യാതൊരു നീതിയും പരിഗണിക്കാതെ കൊലപാതകം സ്വന്തം കുടുംബത്തിൽ പോലും മാതാപിതാക്കളെപ്പോലും കൊന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ നിത്യേന ഇന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഗൗരവകരമായൊരു കുറ്റമാണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകം എന്നത്. ഇവിടെ നേരത്തെ ഹദീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആയുധം കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത് പോലും ഗൗരവകരമായ കുറ്റമാണ്. മലക്കുകൾ, മാലാഖമാർ അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം ഒരിക്കലും ഈ ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അഹിംസയാണതിൻ്റെ മുഖമുദ്ര. ഇസ്ലാമിക ചരിത്രത്തിൽ എമ്പാടും അതിന് ഒരുപാട് ഉദാഹരണങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈജിപ്തിൽ ഫറോവയുടെ ഏകാധിപത്യത്തിൽ ഇസ്രായേലർക്കെതിരിൽ നടത്തിയ വർഗീയ വംശീയ ഉന്മൂലനം നമുക്കറിയാവുന്നതാണ്. ഇസ്രായേലിലെ വ്യാപകമായി കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിബുത്തികളും കോപ്റ്റിക്കുകളും ഫറോവ ഭരണകൂടവും. ആ ഘട്ടത്തിൽ ഒരു ഇസ്രായേൽ പൗരനെ ഒരു കോപ്റ്റിക് വംശജൻ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടു. അപ്പോൾ അതിലൂടെ നടന്നുപോയ മൂസ നബി ഈ സംഭവം, മൂസ പ്രവാചകൻ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തെ സഹായത്തിന് വിളിച്ചു ഇസ്രായേൽ പൗരൻ. ആ കാര്യം ഖുർആനിൽ അൽ ഖസസ് എന്ന അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. 15 മുതൽ 19 വരെയുള്ള സൂക്തങ്ങൾ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: മൂസ ഒരു തിരക്കൊഴിഞ്ഞ സമയത്ത് പട്ടണത്തിൽ ചെന്നപ്പോൾ രണ്ടുപേർ തമ്മിൽ അടിപിടി കൂടുന്നത് കണ്ടു. ഒരാൾ തൻ്റെ വംശത്തിൽപ്പെട്ട ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ടവനാണ്. മറ്റവൻ തൻ്റെ ശത്രുവിൻ്റെ, അതായത് ഫറോവയുടെ വംശത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ മൂസയെ കണ്ടപ്പോൾ ഈ ഇസ്രായേൽ പൗരൻ തന്നെ സഹായിക്കാൻ വേണ്ടി വിളിച്ച് കരയുകയാണ്. അങ്ങനെ മൂസ ഓടിച്ചെന്ന കോപ്റ്റിക് യുവാവിനെ ഒരടിയടിച്ചു. ആ അടിയിൽ അവൻ്റെ കഥ കഴിഞ്ഞു. പക്ഷെ അതിൽ പശ്ചാത്താപവിവശനായ അദ്ദേഹം അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തോടെ തന്നെ ഞാൻ അക്രമം പ്രവർത്തിച്ച് പോയിരിക്കുന്നു. അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. റബ്ബി ഇന്നി ദലംതു നഫ്സി ഫഗ്ഫിർലി ഫഗ്ഫറ ലഹു. അങ്ങനെ അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്ന് ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ശത്രുക്കൾ തങ്ങളുടെ അനുയായികളെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ പോലും അബദ്ധവശാൽ മൂസാ നബി ഒരാളെ, തൻ്റെ ശത്രു വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നപ്പോൾ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല അദ്ദേഹം.
അദ്ദേഹത്തിന് വേണമെങ്കിൽ വാദിക്കാമായിരുന്നു, നിങ്ങൾ എത്ര പേരെ തള്ളുന്നുണ്ട് നിത്യേന എന്നോണം. ഞാനിപ്പോൾ ഒരാളെ കൊന്നതിൻ്റെ പേരിലാണോ എന്നെയും എൻ്റെ സമുദായത്തെയും അടച്ചാക്ഷേപിക്കുന്നത്, കുറ്റക്കാരാക്കുന്നത്? പക്ഷെ മൂസ അങ്ങനെ വാദിക്കാനും നിന്നില്ല. അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ഇപ്പോൾ ഫറോവ ഒരു ഘട്ടത്തിൽ മൂസയോട് ആ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അതായത് ഫറോവയെയും കിബ്തി വംശത്തെയും ഒക്കെ ദൈവിക പ്രബോധനം, ദൈവിക സന്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ട് മൂസയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനും കൂടി ഫറോവയുടെ മുമ്പാകെ ചെന്നപ്പോൾ ഫറോവൻ ചോദിക്കുന്നുണ്ട്, നീ ചെറുപ്പത്തിലെ നിന്നെ ഞങ്ങൾ പോറ്റി വളർത്തി, കുറേ വർഷങ്ങളോളം നീ ഞങ്ങളുടെ കൂടെ താമസിച്ചു, എന്നിട്ട് നീ അവസാനം നീ ചെയ്ത ആ ക്രൂരതയുണ്ടല്ലോ, ആ കൊലപാതകം, അതൊക്കെ നീ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് മുങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മൂസ തൻ്റെ പ്രവൃത്തി ന്യായീകരിക്കാനും നിന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഫഅൽതുഹ ഇദൻ വഅന ളാലിൻ. എനിക്കത് ആ സന്ദർഭത്തിൽ എനിക്ക് പറ്റിയ പിഴവ് തന്നെയായിരുന്നു. അദ്ദേഹം കുറ്റം ഏറ്റുപറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം സമൂഹം ഒരു പ്രബോധക സമൂഹമാണ്. തങ്ങളുടെ ജീവിത രീതിയും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കേണ്ടവരാണ് അവർ. മറ്റുള്ള പാർട്ടികളും പ്രസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെയുള്ള കൊലപാതക സംസ്കാരം, കൊലപാതക രാഷ്ട്രീയം വിശ്വാസികൾക്കൊരിക്കലും അനുവർത്തിക്കാൻ പാടില്ല. അവരെന്നും എവിടെയും സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കുന്നവരായിരിക്കണം. അതാണ് മൂസാ നബിയുടെ ആ ചരിത്രത്തിലൂടെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ലോക സമൂഹത്തെ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു ഹദീസിൽ മുസാസുല്ലാം പറഞ്ഞു, ആരെങ്കിലും ഒരു നല്ല ചര്യയിലേക്ക്, നല്ല സംസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ അത് പിൻപറ്റി അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ തന്നെ ആ ക്ഷണിച്ച ആൾക്കും ആ സംസ്കാരം തുടങ്ങി വെച്ച ആൾക്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു ചീത്ത സംസ്കാരത്തിലേക്ക്, ചീത്ത നടപടിക്രമത്തിലേക്ക് ആരെങ്കിലും വഴി കാണിക്കുകയാണെങ്കിൽ, മാതൃക കാണിക്കുകയാണെങ്കിൽ അത് പിൻപറ്റി പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ കുറ്റത്തിനുള്ള ശിക്ഷയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗവും ഈ പറഞ്ഞ ആൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ, സമൂഹത്തിൽ ഒരു ദുഷിച്ച നടപടിക്രമം ആര് തുടങ്ങി വെച്ചാലും അത് പിൻപറ്റിയവർക്കൊക്കെ ലഭിക്കുന്ന ആ കുറ്റവും ശിക്ഷയുമൊക്കെ അത് തുടങ്ങി വെച്ചവർക്കും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് നല്ല സംസ്കാരത്തിലേക്ക്, നന്മയിലേക്ക്, നല്ല ജീവിത രീതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാനും അവർക്ക് മാതൃക കാണിക്കുവാനുമാണ് ഓരോ വിശ്വാസിയും പരിശ്രമിക്കേണ്ടത് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലെങ്കിൽ ഈ ഹദീസിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.